good morning, Miss Menon. I will try my best. കാര്യം എന്താണെന്ന് പറയൂ. May I come in, sir? Yes, come in. അത് ശരി. ശരി, ഞാൻ പിന്നീട് വിളിക്കാം. അത് ഞാൻ വേണ്ടത് ചെയ്യാം. ഡോണ്ട് വറി. റൈറ്റ്. Sorry, sir. I am really sorry, sir. സരളെ, ഇത് എന്റെ പുതിയ സ്റ്റെനോയാണ്, മിസ് സുധ. അല്ല സർ, മിസ്സസ് സുധ മോഹൻ. ഓ, ഐ സി. ഐ എം സോറി. സരളെ, ഇവരുടെ സീറ്റ് കാണിച്ചു കൊടുക്കൂ. Yes, Gopinath here. Oh. എന്താ ലത ഇത്? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. ഞാൻ ഒട്ടും വൈകിട്ടില്ല. പറഞ്ഞ സമയത്ത് തന്നെയാ വന്നത്. മോഹൻ നേരത്തെ വന്നത് എന്റെ കുറ്റാണോ? സമ്മതിച്ചു, കുറ്റം എന്റേത് തന്നെ. പക്ഷേ ഈ കുറ്റം ഇനിയും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണെന്നോ? ലതേ, ഒരു നിമിഷം പോലും എനിക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യാത്തതുകൊണ്ട്. അത് കൊള്ളാം. എങ്കിലേ ഇവിടെ തന്നെ ഒരു വീട് കെട്ടി സ്ഥിരതാമസം തുടങ്ങുന്നതാ നല്ലത്. ആലോചിക്കാഞ്ഞിട്ടല്ല, പക്ഷേ കോർപ്പറേഷൻ സ്ഥലം തരില്ലല്ലോ. അയ്യോ സാറേ, വല്ലതും തരണേ. ഒന്നുമില്ല, പൊയ്ക്കോ. എവിടെ പോയാലും ഇയാളൊരു ശല്യമാണ്. ഒന്ന് സാറേ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്റെ കാല് കണ്ടോ? എനിക്കൊന്നും കാണണ്ട, താനൊന്ന് പോയാട്ടെ. സാറ് കാശൊന്നും തരണ്ട, ഒന്ന് നോക്കിയാ മതി, ഫ്രീ ആയിട്ട്. എന്റെ അവസ്ഥ എന്താണെന്ന് ബഹുജനം അറിയണമല്ലോ. എടോ, താൻ പോകുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പോയേക്കാം സാറേ, വല്ലതും തരണേ സാറേ, ഞൊണ്ടിയാണ് സാറേ. ഇതൊരു ശല്യമായല്ലോ. ശല്യം? 50 പൈസ. ഇങ്ങനെയാണ് ഞാൻ തെണ്ടി പോകത്തേ ഉള്ളൂ. ജൈസെ കോയിരേ സിന്ദഗി മേ ആയിരേ.
വേണ്ട, എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ബുദ്ധിമുട്ടണ്ട, സ്വന്തം കാലിൽ നടക്കാൻ എനിക്ക് നല്ലപോലെ കഴിയും. വയ്ക്കോ, നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. സുധേ, എന്തോ? യെസ് സർ, യെസ് സർ. ഇരിക്കൂ. Messrs. William Kodak and Sons, Bombay 33. Dear sir, your letter dated 3/4/82. You may kindly be paid order at the earliest, so that we can apply the same. സർ, ഡിക്റ്റേഷൻ. Oh, എവിടെയാ നിർത്തിയത്? We can apply the same. By the end of this month. Please avoid further delay. Your cooperation solicited. Solicited? ആ ഓർമ്മകൾ എന്നെ കീഴ്പ്പെടുത്തുകയാണ് സുധേ. ആ ഗ്രാമം, അതിന്റെ ഭംഗി. എന്താ ഇവിടെ നിന്ന് കളഞ്ഞത്? ഇവിടെ നിന്നാലും പ്രസാദം കിട്ടുമല്ലോ. ദേവി തൊഴണ്ടേ? എന്നേ തൊഴുതു കഴിയും. കള്ളം. ഗോപിയുടെ ക്ഷേത്രത്തിൽ കയറിയില്ലല്ലോ. എന്റെ ദേവിയെ തൊഴാൻ ക്ഷേത്രത്തിൽ കയറേണ്ട ആവശ്യമില്ലെന്നാ പറഞ്ഞത്. ദേവി നേരെ മുന്നിൽ നിൽക്കുന്നല്ലോ. ഈ ചേട്ടൻ എപ്പോഴും ഒരു തമാശയാ. തമാശയല്ല, ഹൃദയം നിറയെ നീയാണ്. മറ്റൊരു ദേവിക്കും ഇവിടെ ഇടമില്ല. ഈ അവസ്ഥയിൽ എന്നെ കണ്ടാൽ ദേവി എന്നോട് പിണങ്ങില്ലേ? അയ്യോ, ഈ ചേട്ടനെ കൊണ്ട് ഞാൻ കുഴങ്ങി. നമുക്ക് പോകാം. ഇനി ഇവിടെ നിന്ന ചേട്ടൻ എന്നെ സാക്ഷാ ദേവിയാക്കി കളയും. അച്ഛാ, ഞാൻ പോട്ടെ. ശരി മോളെ. എന്താ ചെല്ലപ്പ, ഇന്ന് ചൂണ്ടിടാൻ പോയില്ലേ? ഇപ്പൊ പോവും. ഞാൻ സുധയെ കാണാൻ നിന്നതാ. എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ കാണാൻ. പോട്ടെ.
എന്താ അച്ഛാ ഇത്? ഇന്നും ഇങ്ങനെ കുടിച്ചോണ്ട് വന്നാലോ? അച്ഛനൊന്നും കുടിച്ചില്ല മോളെ, ഒരു ഗ്ലാസ് മാത്രം, അതും അച്ഛന്റെ വേദന മറക്കാൻ. നിന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ ഇങ്ങനെ കുടിച്ചിട്ടുണ്ടോ മോളെ? വരൂ അച്ഛാ.